ഹലോ എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഇറാഷണൽ ആയിട്ടുള്ള ഡിനോമിനേറ്ററിനെ മാറ്റി റാഷണലൈസ് ആക്കുക എന്നുള്ള പ്രോസസ്സ് പഠിച്ചത്. റാഷണലൈസിങ് ഫാക്ടർ ഒക്കെ വെച്ചിട്ട് അതിനെ നമ്മളൊരു റാഷണൽ നമ്പർ ആക്കി മാറ്റി അതുവരെ നമ്മൾ ചെയ്തു. ആ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഇതിനെ കാട്ടിയും കുറച്ചും കൂടി അഡ്വാൻസ് ലെവലുള്ള വീഡിയോ നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്താൽ പെട്ടെന്ന് അങ്ങോട്ട് അല്ലേ, എല്ലാവർക്കും അല്ല, ചിലവർക്ക് അങ്ങോട്ട് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ് ഇത്. തീർച്ചയായിട്ടും വീഡിയോ ശരിക്കും ശ്രദ്ധിച്ച് കാണും. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിൽ എന്റെ വാല്യൂ എന്താണ്, ബിന്റെ വാല്യൂ എന്താണ് നമ്മൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് സോൾവ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ സോൾവ് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ മുന്നേ നമുക്ക് റാഷണലൈസേഷൻ എന്താണെന്നെല്ലാം അറിയാലോ. നമ്മൾ ആദ്യം ഇക്വേഷൻ എന്ത് ചെയ്യണം, റാഷണലൈസ് ചെയ്യണം. അപ്പം ഞാനൊന്ന് മാറ്റി എഴുതി ഇവിടെ 2√3 + 3√2 ഹോൾ ഡിവൈഡഡ് ബൈ 2√3 - 3√2. അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താ, ഇതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ ഇവിടെ എന്താണോ സൈൻ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സെയിം നമ്പർ അടക്കമുള്ള വാല്യൂ ഉണ്ട്, അതായത് അതിൻ്റെ കോൺജുഗേറ്റും ഉണ്ട്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഇൻറ്റു ചെയ്യും. 2√3 + 3√2. അപ്പം മുകളിലത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് a + b, ഇതും a + b. അപ്പം a + b ഇൻറ്റു a + b എന്താ, a + b ദ ഹോൾ സ്ക്വയർ ആണ് വരിക. ഓക്കെ, a + b ഇൻറ്റു a + b എന്താണ്, a + b ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ a + b ഉണ്ട്, a - b ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്നത് a² - b². ഇവിടെ ഉള്ളത് എന്താണ്, a + b ഇൻറ്റു a - b ആണുള്ളത്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് a² - b² ആണ്. അങ്ങനെയാണെങ്കിൽ a + b ഹോൾ സ്ക്വയർ എന്താ, a² + 2ab + b² ആണ് വരുന്നത്. ഇതല്ലേ. ഇനി ഇവിടെ എന്റെ വാല്യൂ എത്രയാണ്, a = 2√3 ആണ്, b = 3√2 ആണ്. ഇത് സോൾവ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ a² എന്താ വരിക, 2√3 the whole square minus 2 into a 2√3 into b 3√2 a square plus a plus b a square plus 3√2 the whole square whole divided by a² - b², അതായത് 2√3 the whole square minus 3√2 the whole square. അപ്പോൾ നമ്മൾ അതിനെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 2√3 the whole square നമ്മൾ 2ന്റെ സ്ക്വയർ എടുക്കണം, 4. റൂട്ടിന്റെ സ്ക്വയർ എന്താണ്, 3 ആണ്. ഓക്കെ, പ്ലസ് 2 into 2√3 into 3. അപ്പോൾ 2 2s are 4, 4 3s are 12. 12 എഴുതാം. √3 into √2 √6 ആണ്. പ്ലസ് ഇവിടെയും 3ന്റെ സ്ക്വയർ 9, √2ന്റെ സ്ക്വയർ 2 ആണ്. അപ്പോൾ 9 into 2 ഹോൾ ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ 4, √3ന്റെ സ്ക്വയർ 3 മൈനസ് 3ന്റെ സ്ക്വയർ 9, √2ന്റെ സ്ക്വയർ 2. ഇനി 4 into 3 12 plus 12√6 plus 9 into 2 18 whole divided by 4 3s are 12 minus 9 into 2 minus 18 എന്ന് കിട്ടും. ഇനി ഇവിടെ 12ഉം 18ഉം രണ്ട് ഹോൾ നമ്പേഴ്സും പ്ലസ് ചെയ്താൽ നമുക്ക് 12 plus 18 30 എന്ന് കിട്ടി. പ്ലസ് 12√6 whole divided by minus 6 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ -6 ആണ്. ഇനി നമുക്ക് എൻ്റെയും ബീൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഫ്രാക്ഷൻ നമുക്ക് ഇവിടുന്ന് മാറ്റണം. ആ ഫ്രാക്ഷൻ മാറ്റണമെങ്കിൽ നമുക്ക് മുകളിലും താഴെയും ഒരേ വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കട്ട് ചെയ്ത് ഒഴിവാക്കിക്കൂടെ. അതായത് മുകളിലും നമുക്കൊരു 6 വരണം, താഴെ ഒരു 6 വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വല്ലതോടെ ചെയ്യാൻ പറ്റുമോ നോക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം,
ഡിനോമിനേറ്റർ ഒരിക്കലും എന്ത് വരാൻ പാടില്ല, നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ ആ നെഗറ്റീവ് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മൊത്തം ഇക്വേഷനെ മുകളിലും താഴെയും -1 കൊണ്ട് ഇൻറ്റു ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുക എന്താ, -1 ഇൻറ്റു 30 -30 -1 ഇൻറ്റു 12√6 -12√6 ഹോൾ ഡിവൈഡ് ബൈ -6 ഇൻറ്റു -1 പ്ലസ് സൈൻ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, നമുക്കിവിടെ മുകളിലൊരു കോമൺ ഫാക്ടർ എടുത്തിട്ട് ഇവിടെ 6 വരുത്തുകയാണെങ്കിൽ നമുക്ക് 2 6 കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 6ന്റെ ടേബിൾ ആര് വരുന്നുണ്ട്, 30 വരുന്നുണ്ട്, 12ഉം വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 6 എടുത്തു കഴിഞ്ഞാൽ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 6നെ നമുക്കിവിടെ -30 കിട്ടുക, -5 കൊണ്ടല്ലേ. 6 ഇൻറ്റു -5 എന്ത് കിട്ടും, -30 എന്ന് കിട്ടും. മൈനസ് ഇവിടെ വേണ്ടത് -12√6 വരണം. അപ്പം 6 ഇൻറ്റു 2 12 നമുക്കറിയാം. അപ്പോൾ √6 വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതാ 6 ഇൻറ്റു -2√6 എന്തായി, -12√6 ആയി. ക്ലിയർ ആയില്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ 6. അപ്പം മുകളിലും താഴെയും ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 6 ആയി. എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഫ്രാക്ഷൻ മാറി നമുക്ക് എന്ത് കിട്ടി, -5 -2√6 എന്ന് കിട്ടി. ഓക്കെ, -5 -2√6 എന്ന് വന്നു. ഇനി നിങ്ങൾ ശരിക്കും ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ √6 ഇവിടെ ഉണ്ട്. ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു √6 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും, ഇതാണ് നമ്മളുടെ എ, ഇതാണ് നമ്മളുടെ ബി, ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്റെ വാല്യൂ എന്താണ്, a = -5 ആണ്, b = -2 ആണ്. √6 ഓൾറെഡി അവിടെ ഉണ്ട്. ക്ലിയർ ആയാലും നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് അപ്പം വീണ്ടും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇനി ഇഫ് x = 2 + √3 ഫൈൻഡ് ദ വാല്യൂ ഓഫ് x² + 1/x². അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 2 + √3 നമുക്ക് തന്നിട്ടുണ്ട്. 2 + √3 തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താ, നമ്മുടെ അടുത്ത് പറഞ്ഞത് x² + 1/x²ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്, അല്ലേ? അപ്പം ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് കുറച്ച് എളുപ്പ വഴികളും ഉണ്ട്, അതേപോലെ കുറച്ച് ടഫായിട്ടുള്ള വഴികളും ഉണ്ട്, ശരിയല്ലേ? അപ്പം ടഫായിട്ടുള്ള വഴിയുണ്ട്, എളുപ്പമുള്ള വഴിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിന് ഒരു വഴി എന്താ വെച്ചാൽ നമുക്ക് എക്സിന്റെ വാല്യൂ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. 1/xന്റെ വാല്യൂ ചെയ്താൽ നമുക്ക് എത്ര വരുന്നുള്ളത്, എന്താ ഞാൻ പറഞ്ഞത്. 1/x എന്ന് പറയുന്നത് x² പകരം 1/x ആണ് വരുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൺജുഗേറ്റ് ഒക്കെ എടുത്ത് ക്ലിയർ ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ആ മെത്തേഡാണ് ഏറ്റവും നല്ല മെത്തേഡ്. നോക്കാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ എന്താ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സിന്റെ വെച്ചിട്ട്, അതായത് എക്സിന്റെ വാല്യൂ ഇഫ് x = 2 + √3 ആണെങ്കിൽ 1/xന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ 1/x എന്തായി, 2 + √3 എന്നായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, റാഷണലൈസ് ചെയ്യണ്ട, കാരണം √3 വന്ന്. അപ്പോൾ റാഷണലൈസ് ചെയ്യാൻ നമ്മൾ ഇതിന്റെ കോൺജുഗേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് 2 - √3 കൊണ്ട് മുകളിലും താഴെ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യാം. ഓക്കെ, മുകളിലും താഴെ ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്താ വരും നോക്കാം. അപ്പം ന്യൂമറേറ്റർ എന്താവും, 2 - √3 എന്നാവും. താഴെ a² - b². a² എത്രയാണ്, 2² ആണ്, 4 ആണ്. b², √3ന്റെ സ്ക്വയർ എന്താണ്, √3 ആണ്. √3 അങ്ങോട്ട് പോയി 3 എന്നായി. അപ്പൊ നമ്മളുടെ ന്യൂമറേറ്റർ എന്തായി, 2 - √3 എന്നായി. ഓക്കെ, 1/x = എന്ത് കിട്ടി, 1/x = 2 - √3 എന്ന് കിട്ടി. 1/x എന്തായി മാറി, ഇപ്പം 2 - √3 എന്നായി മാറി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് മെല്ലെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചു വരാം. 1/xന്റെ വാല്യൂ ഒക്കെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, x² + 1/x² പകരം x + 1/x നമുക്ക് തൽക്കാലം എഴുതാം. കാരണം എക്സിന്റെ വാല്യൂ എത്രയാണ്, 2 + √3 ആണ്. നമുക്ക് കിട്ടിയ
1/xന്റെ വാല്യൂ എന്താണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചത്? 2 മൈനസ് റൂട്ട് 3 ആണ്. അപ്പോൾ പ്ലസ് റൂട്ട് 3 മൈനസ് റൂട്ട് 3 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്തായിരിക്കും? 2 + 2 4 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ കിട്ടി എക്സ് പ്ലസ് 1/xന്റെ വാല്യൂ 4 ആണ്. ഓക്കെ, എക്സ് പ്ലസ് 1/xന്റെ വാല്യൂ എന്താണ്? 4 ആണ്. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യൻ അതാണോ? നമുക്കതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 1/x²ന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. എക്സ് പ്ലസ് 1/x² വാല്യൂ ആണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് 1² എത്രയാണ് വരുന്നത്? 1² 1 അല്ലേ? അപ്പോൾ എനിക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതിക്കൂടെ? എക്സ് പ്ലസ് 1/x² എഴുതിക്കൂടെ? അതിൽ എക്സിന്റെ സ്ക്വയർ വന്ന് 1ന്റെ സ്ക്വയർ വന്ന് ഈ എക്സിന്റെ സ്ക്വയർ വന്ന് 1/xന്റെ സ്ക്വയർ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത്? ഈ x² + 1/x² ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതി. എന്താക്കി? എക്സ് പ്ലസ് 1/x². എന്തിനങ്ങനെ ചെയ്തത്? നമുക്ക് a+b² എന്ന് പറയുന്ന ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മളുടെ എക്സ് ആണ് ഇവിടെ എന്റെ പ്ലേസിൽ വരുന്നത്. എ ആരാണ്? എക്സ് ആണ്. ബിന്റെ പ്ലേസിൽ വരുന്ന ആരാണ്? 1/x ആണ്. ഇനി നോക്കാം. എക്സ് സ്ക്വയർ a² പ്ലസ് 2 × a × b പ്ലസ് b². ഓക്കെ, b². ശരിയല്ലേ? അതിന് മുന്നേ നമുക്കൊരു കാര്യം ഇവിടെ ചെയ്യാനുണ്ട്. നമുക്ക് എക്സ് പ്ലസ് 1/x എത്ര കിട്ടിയത്? 4 ആണ് കിട്ടിയത്. അപ്പം x² പ്ലസ് 1/x² എന്തായിരിക്കും? ഇതിന്റെ മൊത്തം 4ന്റെ സ്ക്വയർ ആവും അല്ലേ? എത്ര വരുന്നത്? 16 കിട്ടുന്നുണ്ട്. അത് നമുക്കിവിടെ ഒരു ബോക്സിലാക്കി തൽക്കാലം വെക്കാം. ഇത് ചെയ്ത് നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? കിട്ടേണ്ട വാല്യൂ എന്താണ്? 16 ആണ്. ഓക്കെ, ഇത് ചെയ്ത് നമുക്ക് കിട്ടേണ്ടത് 16 ആണ്. അപ്പം ഇത് സോൾവ് ചെയ്താൽ ഫൈനൽ എന്ത് വരും? 16 വരും. ഓക്കെ, അവിടെ നിൽക്കാം. ഇനി ഇവിടെ ഈ എക്സും ഈ എക്സും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? അത് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം ഇനി ബാക്കിയുള്ളത് എന്താ? x² പ്ലസ് 2 പ്ലസ് 1/x². 1/x² എന്താണ്? 1² ആണ്. അതിന്റെ പകരം 1/x² is equal to 16. ഇനി ഈ 2നെ എന്ത് ചെയ്തു? ഈ 2നെ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി. 2നെ അങ്ങോട്ടേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താ? x² പ്ലസ് 1/x² is equal to +2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -2 ആവും. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയില്ലേ? x² പ്ലസ് 1/x² നമ്മുടെ അടുത്ത് ചോദിച്ചത് 16 - 2 എത്രയാണ്? 14 ആണ്. നമ്മുടെ അടുത്ത് അതല്ലേ ചോദിച്ചത്? ഇതാ കിട്ടിയില്ലേ? അപ്പോൾ x² പ്ലസ് 1/x² എന്താണ്? 14 ആൻസർ വന്നു. ശരിയല്ലോ? ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം. തേർഡ് വൺ, പ്രൂവ് ദാറ്റ് 1/√2 + 1 + 1/√3 + √2 + 1/2 + √3 = 1. ഇതെല്ലാം സോൾവ് ചെയ്ത് നമുക്ക് 1 ആൻസർ കിട്ടണം. അത് നമ്മുടെ തെളിയിക്കാനാണ് പറഞ്ഞത്. നോക്കാം. അപ്പം 1/√2 + 1 ഇത് നമ്മൾ ആദ്യം റാഷണലൈസ് ചെയ്യാം. അപ്പോൾ √2 - 1 കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്തു. മുകളിൽ എന്ത് കിട്ടി? √2 - 1 ആയി. √2ന്റെ സ്ക്വയർ a² എന്താണ്? 2 ആണ്. -b², 1² എന്താണ്? 1 ആണ്. അപ്പം ഈ പാർട്ട് എന്തായി? √2 - 1/1. ആ 1 എഴുതിയിട്ടിലും കുഴപ്പമില്ല, അത് √2 - 1 എന്നായി. അതേപോലെ 1/√3 + √2. അപ്പോൾ ഇതിന്റെ കോൺജുഗേറ്റ് എന്താ? √3 - √2. മുകളിലും താഴെ നമ്മൾ √3 - √2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പം √3 - √2 ബൈ √3ന്റെ സ്ക്വയർ 3, √2ന്റെ സ്ക്വയർ 2. അപ്പം ഇവിടെ √3 - √2/1 is equal to √3 - √2. അതേപോലെ 1/2 + √3. ഇതിന് കോൺജുഗേറ്റ് 2 - √3. മുകളിലും അതേപോലെ 2 - √3. അപ്പം 2 - √3 a². 2ന്റെ സ്ക്വയർ 4 - √3ന്റെ സ്ക്വയർ 3. 2 - √3/1 which is equal to 2 - √3. അപ്പം ഇതെല്ലാം കിട്ടി. ഇത് നമുക്ക് മുകളിൽ ഏരിയ ഓർഡറിൽ അങ്ങോട്ട് എഴുതാം. 1/√2 + 1 എന്തായി?
√2 - 1 ആയി, പ്ലസ് 1/√3 പ്ലസ് √2 എന്തായി, √3 - √2 എന്നായി, പ്ലസ് 1/2 പ്ലസ് √3 എന്തായി, 2 - √3 എന്നായി. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ പ്ലസ് √2 മൈനസ് √2 ക്യാൻസലായി, പ്ലസ് √3 മൈനസ് √3 ക്യാൻസലായി. ബാക്കിയുള്ളത് ആരാ? ഒരു -1 ഉണ്ട്, ഒരു +2 ഉണ്ട്. -2 +1 കഴിഞ്ഞാൽ ബാക്കി എന്താ? +1 അല്ലേ? സോൾവ് ആയി. ക്ലിയർ ആയല്ലോ? ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇവിടെ √3 പ്ലസ് √2 എന്നുണ്ട് അല്ലേ? √3 പ്ലസ് √2. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഇതിനെ എഴുതുമ്പം 1 ഹോൾ ഡിവൈഡഡ് ബൈ √3 പ്ലസ് √2. ഇതിനൊരു ബ്രാക്കറ്റിൽ അങ്ങോട്ട് ആക്കുക, എന്നിട്ട് -1 എഴുതാം. അപ്പം ഈ സാധനമാണ് നമ്മളുടെ എ. ഈ ഒറ്റൊരു ഇതാണ് നമ്മുടെ ഒരു ടേം. ഇത് എ ആണ്, ഇതാണ് നമ്മളുടെ ബി. അത് മറക്കാതിരിക്കുക. ഓക്കെ, √3 പ്ലസ് √2 ഒറ്റ ടേം ആയിട്ട് നമ്മൾ എടുക്കുന്നത്, അതാണ് നമ്മളുടെ എ. -1 ആണ് ഇവിടുത്തെ ബി. ഇത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഓക്കെ, ഇനി 1/√3 പ്ലസ് √2 -1. ഇതിന്റെ കോൺജുഗേറ്റ്, ഇതിന്റെ സൈൻ അല്ല മാറ്റേണ്ടത്, ഈ എന്റെ ബിന്റെയും ഇടയിലുള്ള സൈൻ മൈനസ് ആണ്. അപ്പം ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്തുകൊണ്ടാ √3 പ്ലസ് √2 +1 ഉണ്ട്, അതാണ് ഇതിന്റെ കോൺജുഗേറ്റ്. ഓക്കെ, ഇതിന്റെ സൈൻ മാറ്റരുത്, ഇതാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട, കോൺജുഗേറ്റിന്റെ സൈൻ ചേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ മൈനസിൽ പ്ലസ് ആയി. അപ്പോൾ മുകളിലും താഴെയും നമ്മൾ √3 പ്ലസ് √2 +1 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ ആണ്. ഇതാണ് നമ്മളുടെ എ സ്ക്വയർ എടുക്കേണ്ടത്. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ -1ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അത് ശ്രദ്ധിച്ച് തെറ്റിക്കാതെ ഓർത്ത് വെക്കാം. അവിടെ √3 പ്ലസ് √2 +1 എന്ന് കിട്ടി. ഹോൾ ഡിവൈഡഡ് ബൈ എന്താ വരുന്നത്? √3 പ്ലസ് √2 ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. ഞാനിവിടെ എഴുതാം, √3 പ്ലസ് √2 ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 1 സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയി. നമുക്കൊന്നും കൂടെ ഇവിടെ മാറ്റി എഴുതിയാൽ √3 പ്ലസ് √2 +1 ഹോൾ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ ഇത്ര നേരം ചെയ്തത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ √3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു √3 ഇൻറ്റു √2 പ്ലസ് √2 ദ ഹോൾ സ്ക്വയർ -1 സ്ക്വയർ. ഓക്കെ, ഇനി √3 പ്ലസ് √2 +1 ഹോൾ ഡിവൈഡഡ് ബൈ √3ന്റെ സ്ക്വയർ 3 പ്ലസ് 2 ഇൻറ്റു √3 ഇൻറ്റു √2 √6 ആവും. അപ്പൊ ഇത് 2√6 എന്നായി, പ്ലസ് √2ന്റെ സ്ക്വയർ 2 -1ന്റെ സ്ക്വയർ -1. ഓക്കെ, അപ്പം √3 പ്ലസ് √2 +1 ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ 3 ഉണ്ട്, +2 5 ഉണ്ട്, 5 - 1 എത്രയാണ്? 4 ആണ് അല്ലെ? 4 നായി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് 4 + 2√6, 4 + 2√6 എന്നായി. ക്ലിയർ ആയല്ലോ? 4 + 2√6 എങ്ങനെയാ വന്നതെന്ന്. ഓക്കെ, പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം എന്താ, ഇത് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് റാഷണലൈസ് ആയോ? ഇത് ഇല്ല, കാരണം √6 ഉണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കോൺജുഗേറ്റ് വെച്ചിട്ട് വീണ്ടും ഇൻറ്റു ചെയ്യണം. ഈ റൂട്ട് വന്നുകൊണ്ട് നമുക്ക് പ്രശ്നമായി. ഓക്കെ, അപ്പൊ ഇവിടെ മാറ്റി എഴുതുമ്പം √3 പ്ലസ് √2 +1 ഹോൾ ഡിവൈഡഡ് ബൈ 4 + 2√6. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് എന്താ വരിക? 4 - 2√6. ഇവിടെ അതേപോലെ 4 - 2√6 കൊണ്ട് ഇൻറ്റു ചെയ്യും.
ഇവിടെ നിങ്ങൾക്ക് വേറൊരു പണി ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ 4ഉം 2 ഉണ്ട് അല്ലേ? അപ്പം 2 കോമൺ എടുത്ത് അതിൻ്റെ കോൺജുഗേറ്റ് വെച്ചിട്ട് കോമൺ എടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഞാനിപ്പം തൽക്കാലം ഇതേ മെത്തേഡിൽ അങ്ങോട്ട് ഫോളോ ചെയ്ത് പോവാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ 4 കൊണ്ട് നമ്മൾ √3 ഇൻറ്റു ചെയ്യണം, 4 കൊണ്ട് നമ്മൾ √2 ഇൻറ്റു ചെയ്യണം. ശരിയല്ലേ? നമ്മളതെല്ലാം ഇൻറ്റു ചെയ്യണ്ടേ? അപ്പം അതങ്ങോട്ട് ഇൻറ്റു ചെയ്ത് പോവാം. ഈ 4 കൊണ്ട് ഈ 1നും നമ്മൾ ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പം 4 ഇൻറ്റു √3 4√3 പ്ലസ് 4 ഇൻറ്റു √2 4√2 പ്ലസ് 4 ഇൻറ്റു 1 4 മൈനസ് 2 √6 ഇൻറ്റു √3 എത്രയാവും? -2 √18 എന്നാവും. ഓക്കെ, പിന്നെ -2 ഇൻറ്റു √6 -2 √12 എന്നായി. -2 √6 ഇൻറ്റു +1 -2 √6 എന്നായി. ഹോൾ ഡിവൈഡഡ് ബൈ a സ്ക്വയർ 4 സ്ക്വയർ 16 മൈനസ് 2ൻ്റെ സ്ക്വയർ 4 4 ഇൻറ്റു √6ൻ്റെ 6. ഇനി ഇവിടെ നമുക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ √18 √12 ഇത് നമുക്കൊന്ന് ചെറുതാക്കണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ചെയ്യാൻ എന്താ വെച്ചാൽ 18നെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ നോൺ പെർഫെക്റ്റ് സ്ക്വയറിനെ പ്രൊഡക്റ്റ് ആക്കി എഴുതാം. അതായത് 9 ഇൻറ്റു 2 എന്ന് എഴുതിക്കൊണ്ട് നമുക്ക് 18നെ. അതേപോലെ 12 നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പം 9ൻ്റെ √3 ഉണ്ട്, 4ൻ്റെ √2 ഉണ്ട്, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പം നമ്മളുടെ ഇക്വേഷൻ എങ്ങനെയാണ്? 4√3 പ്ലസ് 4√2 പ്ലസ് 4 മൈനസ് 2 ഇൻറ്റു 18 എന്തായി? 9 ഇൻറ്റു 2 എന്നായി. മൈനസ് 2 ഇൻറ്റു 4 ഇൻറ്റു 3 എന്നായി. മൈനസ് 2√6 ഹോൾ ഡിവൈഡഡ് ബൈ, അപ്പം 4ഉം ഇവിടെ 24 ആണ്, ഇവിടെ 16 ആണ്. അപ്പം 16 മൈനസ് 24 -8 എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനെ ചുരുക്കി കഴിഞ്ഞാൽ 4√3 പ്ലസ് 4√2 പ്ലസ് 4 മൈനസ് നമുക്കറിയാം √9 എന്താണ്? 3 ആണ് അല്ലേ? അപ്പം ആ 3 √2 എന്നായി. മൈനസ് 4ൻ്റെ √2 ആണ്, അപ്പം -2 ഇൻറ്റു 2 √3 മൈനസ് 2 √6 ഹോൾ ഡിവൈഡഡ് ബൈ -8 എന്ന് വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ 2 കോമൺ ആക്കി എടുക്കാം അല്ലേ? ഇവിടെ 4 4 4 -2 -2 ഒക്കെ വരുന്നുണ്ട്. അപ്പം 2 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ എനിക്കതൊന്ന് ചുരുക്കാൻ പറ്റും. അപ്പം 2 ഇൻറ്റു 2 ആണ് 4. അപ്പം 2 ഇൻറ്റു √3 ആണ് എന്ത് വരാം? 4√3 വരാം. പ്ലസ് 4√2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു 2√2 ആണ് എന്ത് വരാം? 4√2 വരാം. പ്ലസ് അവിടെ 4 ഉണ്ട്, അപ്പം ഇവിടെ എന്താക്കി? 2 ഇൻറ്റു 2 ആണ് 4 മൈനസ് 2 ഇൻറ്റു 3 √2, അപ്പോൾ അവിടെ -3 √2 ഇൻറ്റു 2 ആണ് എന്ത് കിട്ടുക നമുക്ക്? 2 ഇൻറ്റു 3 √2 എന്ന് വരാം. ഓക്കെ, മൈനസ് 2 ഇൻറ്റു 1 ആണ്, അപ്പോൾ ഞാനിവിടെ -1 ഇട്ടു. -1 ഇൻറ്റു 2 √3 -1 ഇട്ടു. മൈനസ് 2 √3ൻ്റെ പകരം ഞാൻ അവിടെ നിന്ന് ഇട്ടാൽ മതി, വെറും √3 ഇട്ടാൽ മതി. 2 കോമൺ അല്ലേ? ഓക്കെ, മൈനസ് √6 2 ഇൻറ്റു √6 ആണ് -2 √6 ഹോൾ ഡിവൈഡഡ് ബൈ -8. അപ്പം എനിക്ക് ഇവിടെ ഈ 2നെ കൊണ്ട് ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? -4 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ എന്തുണ്ട്? -2 √3 ഉണ്ട് അല്ലേ? -2 √3 വരുന്നുണ്ട് അവിടെ. ഇവിടെ 1 √3 വരുന്നുണ്ട്. -2 √3 6 ആവും. അവിടെ 3 √2 വരും. -4 വരുന്നുണ്ട്, അപ്പോൾ അവിടെ -2 √3 ആണ്. സോറി -2 √3 ആണ്. യെസ്,
അവിടെ +2 ഉണ്ട്. ആ +2√3 -2√3 ക്യാൻസൽ ചെയ്ത് പോകും. അതേപോലെ 2√2 ഉണ്ട്, -3√1 ഒരു റൂട്ട് കുറഞ്ഞു, ഇല്ല 2 റൂട്ട് കുറഞ്ഞു. അപ്പോൾ ഒരു റൂട്ട് ബാക്കിയുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒരു -√2 ഉണ്ട്, പുറത്തൊരു 2 കൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് -√2 ബാക്കിയുണ്ട്. പിന്നെ ബാക്കിയുള്ള ആരാ? ഒരു -√6 ഉണ്ട്, -√6 ഉണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഒരു +2 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ -4 ഉണ്ട്. അപ്പോൾ ഒരു -√2 ഉണ്ട്, -√6 ഉണ്ട്, +2 ഉണ്ട്, ബൈ -4 ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമുക്ക് ഈ ഫ്രാക്ഷൻ മാത്രങ്ങൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ -1/4 ഇൻറ്റു -√2 -√6 +2 എന്ന് എഴുതാം അല്ലേ? അങ്ങനെ എഴുതാം. അപ്പം ഇവിടെ വെച്ച് നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ നമുക്കിവിടെ ഒരു മൈനസ് സൈൻ വന്നതുകൊണ്ട് നമ്മൾ ഈ മൊത്തം ഇക്വേഷൻ എന്ത് ചെയ്യണം? -1 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ -1/4 എന്താവും? +1/4 ആവും. -√2 എന്താവും? +√2 ആവും. -√6 +√6 ആവും. +2 -2 ആവും. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. √2 +√6 -2 അതിനെ 1/4 ഇൻറ്റു ചെയ്യും. അപ്പം ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യാനുണ്ട് ഇതിൽ. അപ്പം ശ്രദ്ധിച്ച് 1-2 പ്രാവശ്യം ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് 1/3 - √8. ഇതെല്ലാം നേരത്തെ നമ്മളൊരു ഇതിനെ കാട്ടി കുറച്ച് ചെറിയൊരു വാല്യൂസ് നമ്മൾ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇതും ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഓരോന്നായിട്ട് നമുക്ക് റാഷണലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെ റാഷണലൈസ് ചെയ്യുമ്പം ഇതിൻ്റെ കോൺജുഗേറ്റ് 3 + √8 കൊണ്ട് 2 നമ്മൾ ഇൻറ്റു ചെയ്തു. അപ്പം ന്യൂമറേറ്റർ 3 + √8 ബൈ 3 3 9, 9 - √8ൻ്റെ സ്ക്വയർ എന്താണ്? 8 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 + √8 ബൈ 1. അതും തന്നെയാണ്, 3 + √8 ആണ്. ഇനി 1/√8 - √7. അപ്പം ഇതിന് √8 + √7 കൊണ്ട് രണ്ട് ഭാഗത്തും ഇൻറ്റു ചെയ്യുക. അപ്പം ന്യൂമറേറ്റർ √8 + √7 ഹോൾ ഡിവൈഡഡ് ബൈ 8 - 7 is equal to √8 + √7. 1/√7 - √6. അപ്പം √7 + √6 കൊണ്ട് നമ്മൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്യുക. √7 + √6 ഹോൾ ഡിവൈഡഡ് ബൈ 7 - 6 is equal to √7 + √6. 1/√6 - √5. √6 + √5 കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നത് √6 + √5 ബൈ 6 - 5 is equal to √6 + √5. Last one, 1/√5 - 2. അപ്പോൾ √5 + 2, ഇവിടെയും √5 + 2. അപ്പം ഇതിൻ്റെ എന്ത് വരും? √5 + 2 ബൈ √5ൻ്റെ സ്ക്വയർ 5, 2ൻ്റെ സ്ക്വയർ 4. അപ്പം നമുക്ക് കിട്ടുക √5 + 2, 5 - 4 1. ഇവിടെയായി. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും സൈനൊക്കെ വെച്ചിട്ട് നോക്കാം. അപ്പോൾ 3 + √8. 1/3 - √8 ആണ്. 3 + √8 മൈനസ് 1/√8 - √7 മൈനസ് √8 + √7 പ്ലസ് 1/√7 - √6ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് √7 + √6 മൈനസ് 1/√6 - √5ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് √6 + √5 പ്ലസ് 1/√5 - 2 √5 + 2 എന്ന് കിട്ടി. ഇനി ഈ മൈനസ് വരുന്ന സ്ഥലത്ത് ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ചെറിയൊരു വ്യത്യാസം കാണാൻ പറ്റും.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൈനസ് ആണ് ബ്രാക്കറ്റിന്റെ പുറത്ത് വരുന്നെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം അകത്തുള്ള വാല്യൂസ് ഒക്കെ എന്താവും, അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ട് മാറും. അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം നമുക്കിവിടെ 3 + √8 മൈനസ് √8 പ്ലസ് √7 ഉള്ളത് എന്താവും, -√7 ആവും. ഓക്കെ, -√7 പ്ലസ് √7 പ്ലസ് √6 മൈനസ് √6 മൈനസ് √5 പ്ലസ് √5 പ്ലസ് 2 എന്നായി. ഇനി നോക്കാം, പ്ലസ് √8 മൈനസ് √8 പോയി, മൈനസ് √7 പ്ലസ് √7 പോയി, പ്ലസ് √6 മൈനസ് √6ഉം പോയി, മൈനസ് √5 പ്ലസ് √5ഉം പോയി. അപ്പം ഇനി ബാക്കിയുള്ളത് ആരാണ്? 3 + 2 ആണ്. 3 + 2 എത്രയാണ്? 5 ആണ്. 5 ആണ് നമ്മളുടെ ആൻസർ. അപ്പം എല്ലാവർക്കും ഞാനെടുത്ത ഈ ക്ലാസ്സിലത്തെ ന്യൂമറിക്കൽസ് എല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും 1-2 പ്രാവശ്യം ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തു നോക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും. താങ്ക് യു ഓൾ ഓഫ് യു.